നമസ്കാരം. ഇന്നൊരു ത്രില്ലടിപ്പിക്കുന്ന കഥ പറയാം. കഥയല്ല, നടന്ന സംഭവം. നമ്മുടെ മൊബൈൽ ഡേറ്റയും ലൊക്കേഷൻ ട്രാക്കിങ്ങും ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് പ്രശസ്ത മാപ്പറും ഭൂനിരീക്ഷണ വിദഗ്ധനുമായ രാജ് ഭഗത് പളനിസ്വാമി. ഇദ്ദേഹമാണ് നമ്മുടെ മണിരത്നത്തിൻ്റെ പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിൽ ചോള രാജവംശത്തിൻ്റെ അധികാര കേന്ദ്രങ്ങൾ കാണിക്കുന്ന മാപ്പൊക്കെ നിർമ്മിച്ചത്. പക്ഷേ പൊന്നിയൻ സെൽവനിലെ കഠിന പ്രയത്നത്തേക്കാൾ രാജ് ഭഗതിനെ പ്രശസ്തനാക്കിയത് ഫോണിലെ ലൊക്കേഷൻ ട്രാക്കിംഗ് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ബാഗും മൊബൈൽ ഫോണും മോഷ്ടിച്ച ഒരു ട്രെയിൻ കള്ളനെ പിടികൂടിയതാണ്. സംഭവം എന്താണെന്ന് നോക്കാം. അർദ്ധരാത്രി കഴിഞ്ഞ് തിരുച്ചിയിലേക്ക് പോകാൻ നാഗർകോവിൽ കാച്ചഗുഡെ എക്സ്പ്രസിൽ സ്ലീപ്പർ ക്ലാസ് കോച്ചിൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് കയറിയതോടെയാണ് ത്രില്ലർ കഥയ്ക്ക് തുടക്കമായത്. ട്രെയിൻ താരതമ്യേന ശൂന്യമായിരുന്നു. പിതാവിനൊപ്പം ട്രെയിനിൽ കയറിയ ഒരാൾ ബാഗ് മോഷ്ടിച്ച് തിരുനെൽവേലി സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയി. CITU പ്രവർത്തകനാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ കറുത്ത ബാഗിലും CITU എന്ന് എഴുതിയിട്ടുണ്ട്. അത് മാത്രമാണ് ആകെയുള്ള അടയാളം. വസ്തുക്കൾ നഷ്ടപ്പെട്ടത് മനസ്സിലാക്കിയ പിതാവ് സുഹൃത്തിൻ്റെ ഫോണിൽ നിന്നും പുലർച്ചെ 3:51 രാജിൻ്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. രാജ് കുടുംബാംഗങ്ങളുടെ ഫോണുകളിൽ ലൊക്കേഷൻ ഷെയറിംഗ് സംവിധാനം ആക്റ്റീവാക്കിയിട്ടുണ്ട്. അതിനാൽ ട്രാക്ക് ചെയ്തപ്പോൾ റെയിൽവേ ട്രാക്കിലൂടെ നാഗർകോവിൽ ഭാഗത്തേക്ക് നീങ്ങുന്നതായി മനസ്സിലായി. ഇതോടെ നാഗർകോവിൽ പോലീസിനെ വിവരം അറിയിച്ചു. തിരക്കുള്ള കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് കള്ളൻ സ്റ്റേഷനിൽ വന്നിറങ്ങിയത്. തിരിച്ചറിയാനുള്ള സൂചന കറുത്ത ബാഗ് കൈവശമുണ്ട് എന്നത് മാത്രം. ആൾക്കൂട്ടത്തിൽ പോലീസുകാർക്ക് പക്ഷേ ഇയാളെ നഷ്ടമായി. എങ്കിലും രാജിന് അയാളെ തൻ്റെ ഫോണിലൂടെ പിന്തുടരാൻ കഴിഞ്ഞു. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനെ അണ്ണാ ബസ് സ്റ്റാൻഡുമായും വടശ്ശേരി ക്രിസ്റ്റഫർ ബസ് സ്റ്റാൻഡുമായും ബന്ധിപ്പിക്കുന്ന ഒരു ലോക്കൽ ബസ്സിൽ അയാൾ കയറിയതായി മനസ്സിലായി. അണ്ണാ ബസ് സ്റ്റാൻഡിൽ ഗൂഗിൾ മാപ്സ് 2 മീറ്റർ വരെ കൃത്യമായി ഒരു ലൊക്കേഷൻ കാണിച്ചു. അത്ഭുതം എന്ന് തന്നെ പറയാം. ബാഗ് കണ്ടപ്പോൾ മോഷ്ടാവിനെ തിരിച്ചറിയാനുമായി. മോഷ്ടിച്ച ബാഗും ഫോണും കണ്ടെടുത്തു. ലോക്കൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മോഷ്ടിക്കപ്പെട്ട മൊബൈൽ ഫോൺ 2 മണിക്കൂറിനുള്ളിൽ വീണ്ടെടുത്തതോടെ ഏവർക്കും അത്ഭുതമായി. എന്തിന്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും. മോഷ്ടാവ് ഫോൺ ഓഫാക്കിയില്ല എന്നതും തൊട്ടടുത്ത് തന്നെ വന്നിറങ്ങാൻ ഭാഗ്യം തുണച്ചതുമാണ് സഹായകമായതെന്നാണ് എക്സിൽ സ്ക്രീൻഷോട്ടുകൾ പങ്കിട്ടുകൊണ്ട് രാജ് പോസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും രാജ് അദ്ദേഹത്തിൻ്റെ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. മാപ്പുകളെക്കുറിച്ചും അത് നാവിഗേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും അറിയാമായിരുന്നതും ഉപകാരമായി. പലർക്കും ലൊക്കേഷൻ ഓണാക്കിയിടുന്നതിൽ താല്പര്യമുണ്ടാകില്ല. പക്ഷേ ഇവിടെ തന്നെ അത് സഹായിച്ചുവെന്നും രാജ് ഭഗത് എക്സിലെ കുറിപ്പിൽ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ, ടെക്നോളജിയുടെ പിറകെ നടന്നിട്ട് കാര്യമില്ല, അതിൻ്റെ ഒപ്പം നടക്കണം. അതാണ് ഈ സംഭവം നൽകുന്ന സന്ദേശം.